യെസ്, KPCC അതിനുള്ള മറുപടി ഇന്ന് നൽകിയിട്ടുണ്ട്. MK ഷുക്കൂർ ചേരുകയാണ് തത്സമയം ഈ വാർത്തയുടെ വിശകലനം ചെയ്യാൻ വേണ്ടി. ഷുക്കൂർ, എന്തായാലും കോൺഗ്രസിനെ കൊണ്ട് കണക്ക് പറയിപ്പിച്ചു എന്ന് പറയുന്നതാണോ, അതല്ല ഇത് പറയേണ്ടത് തന്നെയാണ് ഈ സമയത്തല്ലാതെ പിന്നീട് എപ്പോൾ പറയാൻ എന്ന് കോൺഗ്രസ് തീരുമാനിച്ചതാണ്? എന്തായാലും ഈ കണക്ക് പറച്ചിൽ ഇങ്ങനെ തുടരുകയാണ്. അവസാന ഘട്ടത്തിലെത്തുമ്പോൾ ഇത് ആർക്ക് വോട്ടാകും, ആർക്കാണ് അതിന്റെ ഒരു ആനുകൂല്യം കിട്ടുക? ഷുക്കൂർ, മഹേഷ്, വയനാട് ഫണ്ട് വിവാദം ഈ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ആരംഭിച്ച ഒരു വിഷയമല്ല, മറിച്ച് യൂത്ത് കോൺഗ്രസിന്റെ രാഹുൽ മാങ്കൂട്ടത്തിൽ അധ്യക്ഷനായ കമ്മിറ്റിക്കെതിരെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക പീഡന പരാതി ഉയർന്ന ഘട്ടത്തിൽ തന്നെ ഉയർന്ന ഒരു വിഷയമാണ്. യൂത്ത് കോൺഗ്രസ് 30 വീടുകൾ വയനാട്ടിൽ വെച്ച് നൽകുമെന്ന് ഒരു വാഗ്ദാനം നൽകിയിരുന്നു. യൂത്ത് കോൺഗ്രസ് അങ്ങനെ അവരുടെ സംഘടനാ സംവിധാനം ഉപയോഗിച്ച് ഫണ്ട് പിരിവും ആരംഭിച്ചു. എന്നാൽ പിന്നീട് യൂത്ത് കോൺഗ്രസ് അതൊരു അലംഭാവം കാട്ടിയപ്പോൾ കാര്യമായ പണമൊന്നും വന്നില്ല. കേവലം 80 ലക്ഷം രൂപ മാത്രമാണ് അവർക്ക് പിരിക്കാൻ കഴിഞ്ഞത്. ഇത് പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കുന്ന സമയത്ത് വലിയ വിവാദമായപ്പോൾ ഈ പണം KPCCക്ക് കൈമാറുന്നു എന്ന് പറഞ്ഞു. ആ സമയത്തെല്ലാം തന്നെ യൂത്ത് കോൺഗ്രസ് പിരിച്ച പണം എവിടെ, അവർ വെച്ചു നൽകിയ വീട് എവിടെ എന്നൊരു ചോദ്യം DYFIയും CPM നേതാക്കളും നിരന്തരം ഉന്നയിച്ചിരുന്നു. ആ വിവാദം അവിടെ തൽക്കാലത്ത് അത് പിന്നീട് അടങ്ങി. കാരണം ഈ പണമെല്ലാം KPCCക്ക് കൊടുക്കുന്നു എന്നവർ പറയുകയും ചെയ്തു. പിന്നീട് തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ നിർമ്മിച്ച വീടുകളുടെ ഒരു ഉദ്ഘാടനം നടത്തിയതിനു ശേഷം സംസ്ഥാന സർക്കാർ അത് വലിയ തോതിലുള്ള ഒരു അവകാശവാദം, ഒരു പ്രചരണ വിഷയമായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉന്നയിക്കുകയാണ്. ഇതിനെതിരെ LDF പക്ഷേ DYFI അതുപോലത്തെ 20 വീടുകൾ വെച്ച് 25 വീടുകൾ വെച്ച് നൽകാമെന്ന് പറയുകയും പിരിച്ച ഫണ്ട് സർക്കാരിന് നൽകുകയും എല്ലാം ചെയ്ത സാഹചര്യത്തിൽ DYFIയും അതിൽ പങ്കാളികളായി, CPM പങ്കാളിയായി, സംസ്ഥാന സർക്കാരും പങ്കാളിയായി. കോൺഗ്രസ് എന്ത് ചെയ്തു എന്ന ചോദ്യം തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ വളരെ സജീവമായി LDF ഉയർത്തി. LDFന് അതിന് ഒരു മതിയായ ഒരു കാരണം പറയാനുള്ളത്, ഞങ്ങളുടെ സർക്കാർ ഇത്രയും വീടുകൾ വെച്ച് നൽകി, നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ളതാണ്. അതിന് അടുത്ത ഘട്ടത്തിൽ പിന്നീട് കോൺഗ്രസ് പിരിച്ച പണം എവിടെ എന്ന ചോദ്യമാണ് LDF ഉന്നയിച്ചത്. അതിന് മറുപടി പറയാതെ പോകാൻ കഴിയാത്ത ഒരു സ്ഥിതി വന്നു. അതുകൊണ്ട് തന്നെയാണ് മീഡിയ വണ്ണിന്റെ നയതന്ത്രത്തിൽ KC വേണുഗോപാൽ അത് പിരിച്ച കണക്ക് കൃത്യമായി അദ്ദേഹം വിശദീകരിച്ചില്ലെങ്കിൽ പോലും അത് ധനലക്ഷ്മി ബാങ്കിന്റെ അക്കൗണ്ടിലുണ്ടെന്ന് അദ്ദേഹം പറയുകയും പിന്നീട് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ആ കണക്കുകൾ വിശദീകരിക്കുകയും ചെയ്തത്. പക്ഷേ അവിടെയും കൊണ്ടും കാര്യങ്ങൾ അവസാനിക്കുന്നില്ല. കാരണം DYFI നൽകിയ പണം അത് DYFI കൃത്യമായി നൽകിയോ, CMDRFിലേക്ക് നൽകണമെന്ന് പറഞ്ഞ പണം എന്തുകൊണ്ടാണ് PIUലേക്ക്, അതായത് ഈ PIUലേക്ക് മാത്രം നൽകി ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ ഈ പ്രോജക്റ്റിലേക്ക് നൽകിയത് എന്ന ചോദ്യം രാജു P. നായർ എന്ന കോൺഗ്രസ് വക്താവ് സജീവമായി ഉന്നയിക്കുകയാണ്. ഒരുപക്ഷെ രാജു P. നായർ വളരെ കൃത്യമായി ചോദിച്ച ചോദ്യങ്ങൾക്ക് അതുപോലെ മറുപടി പറയാൻ നിലവിൽ DYFIക്ക് കഴിഞ്ഞില്ല. അവിടെ ഒരു ചോദ്യം അന്തരീക്ഷത്തിൽ നിൽക്കുന്നുണ്ട്. ഷുക്കൂർ പറഞ്ഞതാണ്, അവിടെ ഒരു ചോദ്യം അന്തരീക്ഷത്തിൽ നിൽപ്പുണ്ട്. ആ ചോദ്യങ്ങൾക്ക് കൂടി ഒരു പക്ഷേ വ്യക്തത വരുത്തേണ്ടതുണ്ട്. അത് DYFI അത് സംബന്ധിച്ച് വ്യക്തമായ ഒരു അവരുടെ ഭാഗത്തുനിന്നുള്ള ഒരു വ്യക്തത ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും പ്രചാരണം അതിൻ്റെ ഏറ്റവും പീക്കിലേക്ക് പോകുന്നതാണ് നമ്മൾ കണ്ടത്. ഇന്നിപ്പോൾ ദേശീയ നേതാക്കൾ എല്ലാവരും തന്നെ കേരളത്തിലുണ്ട്. പ്രധാനമന്ത്രിയുണ്ട്, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുണ്ട്.